ഒരു മനുഷ്യന് എത്രമാത്രം കള്ളം പറയാൻ സാധിക്കും? ആ കള്ളത്തെ വളരെ കോൺഫിഡൻസ് ആയി എങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ സാധിക്കും? ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിപക്ഷ നേതാവിന്റെ അവസാന ആ ഒരു കാലഘട്ടം, അതേപോലെ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ഈ ഒരു മാസക്കാലം ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയി പോസിറ്റീവായി ആളുകളിലേക്ക് ഒരു കാര്യം ധരിപ്പിക്കുന്ന ബോഡി പോസ്റ്റർ കൺസീവ് ചെയ്യുന്ന ഒരേ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് പറയാൻ സാധിക്കും വി.ഡി. സതീശൻ. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ തെളിവുകളെ, അതേപോലെ ഇന്ന് ഈ നാട്ടിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജ് കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കുക? ഈ സതീശൻ മാജിക്കിലാണ് അദ്ദേഹവും UDF-ഉം വിശ്വസിക്കുന്നത്. ഇന്നലെ തന്നെ നോക്കൂ, PM ശ്രീയിൽ പുറകോട്ട് പോകണമെന്ന് ഒരു വാക്ക് പോലും പറയാത്ത സർക്കാരിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ കൊടുത്ത മാധ്യമ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ ഇരുന്ന് പറയുകയാണ്. ഇന്നലെ കേന്ദ്ര സർക്കാർ പിണറായിക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉള്ളതാണോ? CPM കയ്യാളുന്ന ഹോൾഡ് ചെയ്യുന്ന ആരെങ്കിലും ആണോ? CPI-യുടെ ആരെങ്കിലും ആണോ? LDF-നോട് ഒരു പ്രതിബദ്ധതയുള്ള ആരെങ്കിലും ആണോ? അല്ല. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ എവിടെ കൊടുക്കുന്നു? കേന്ദ്ര സർക്കാർ ഈ നാടിന്റെ ഏറ്റവും ഉയർന്ന നീതിന്യായ വ്യവസ്ഥയിലേക്ക് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ PM ശ്രീയിൽ നിന്ന് ഇതുപോലെ പിറകോട്ട് പോയ ഒരു സംസ്ഥാനമില്ല. PM ശ്രീയിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിവാകണം എന്ന് പറഞ്ഞ് ഞങ്ങളിലേക്ക് ഡേറ്റ സമർപ്പിച്ചിരുന്നു പിണറായി സർക്കാർ, കത്തു നൽകിയിരുന്നു പിണറായി സർക്കാർ. ആ കത്തല്ലേ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ വാസുകിയുടെ ലെറ്ററോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ കയ്യൊപ്പോടുകൂടി പുറത്തുവിട്ടത്? കഴിഞ്ഞോ? PM ശ്രീയിൽ ഉൾപ്പെടുത്തേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ രാജ്യത്ത് കൊടുക്കാത്ത ഒരേ ഒരു സംസ്ഥാനമുള്ളൂ. കേന്ദ്ര സർക്കാർ പറയാ സുപ്രീം കോടതിയിൽ. ഏതാണ് ആ സംസ്ഥാനം? കേരളം. ഇത്രമേൽ PM ശ്രീയെ പിറകിൽ നിന്ന് കുത്തിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് കേരളം, പിണറായി വിജയൻ. എന്നിട്ട് വി.ഡി. സതീശൻ വന്നിട്ട് പറയാ, ഒപ്പിട്ട് അടിയറവ് പറഞ്ഞെടുത്തുനിന്ന് എങ്ങനെ ഞങ്ങൾക്ക് പുറകോട്ട് വരാൻ പറ്റും? ഇതെന്താ UDF-ന്റെ ഏതെങ്കിലും സ്വകാര്യ ആഭ്യന്തര മീറ്റിങ്ങിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ചാഞ്ഞും ചെരിഞ്ഞും കോൺഫിഡൻസിന്റെ പീക്ക് ലെവലിലേക്ക് പോയി മാധ്യമ സമ്മേളനത്തിൽ അഭിനയിക്കുന്ന ലാലേട്ടനോ മമ്മൂട്ടിയോ, അതല്ല ഇനി മലയാള സിനിമയിലെ പുതിയ അഭിനയ വിസ്മയങ്ങളോ, ആരാ തോറ്റുപോകാത്ത ഇദ്ദേഹത്തിന്റെ മുമ്പിൽ? വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാണ് ജനങ്ങൾ ഇതറിയാതെ വിശ്വസിച്ചു പോകുമെന്ന മണ്ടത്തരത്തിൽ. ഇന്നലെ ഒരു മുഖ്യധാരാ മാധ്യമം പറഞ്ഞ ഒരു കാർഡുണ്ട്, അത് UDF അനുകൂല മാധ്യമമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. യൂട്യൂബിലോ ഗൂഗിളിലോ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. വിഡ്ഢികളുടെ സ്വർഗത്തിൽ മുഖ്യമന്ത്രി കസേരയിട്ടിരിക്കുന്നവന്റെ പേര് ശ്രീ വി.ഡി. സതീശൻ എന്ന് മാധ്യമങ്ങളെ കൊണ്ട് പോലും, ഈ നാട്ടിലെ നിഷ്പക്ഷമതികളെ കൊണ്ട് പോലും, ഈ നാട്ടിലെ രാഷ്ട്രീയ ബോധ്യമുള്ളവരെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന ആളുടെ പേര് വി.ഡി. സതീശൻ.